ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു വൺ ഡേ റോഡ് ട്രിപ്പാണിത്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കാത്ത ഈ ലോകത്ത് പ്ലാൻ ചെയ്യാതെ ഇറങ്ങുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം. അങ്ങനെ അബുദാബിയിലെ ആ പതിവ് കാഴ്ചകളിൽ നിന്ന് മാറി വണ്ടി നേരെ വന്നു നിന്നത് ഷാർജയിൽ. അതെ, ഷാർജ കോർണീഷിന് ചില കൊച്ചു കൊച്ചു കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ലക്ഷ്യമില്ലാത്ത യാത്രയാണെങ്കിലും മനസ്സ് നിറയെ ഒരു ആവേശം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴത്തെയും പോലെ ജീവിതത്തിൽ ആദ്യമായി കാണാൻ പോകുന്ന നാട് എന്നതാണ് ഒരു എക്സൈറ്റിംഗ്. കറക്റ്റ് 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഷാർജയുടെ ഹൃദയഭാഗത്തെത്തി. പിന്നെ അവിടുന്ന് ഷാർജ കോർണീഷ് സ്ട്രീറ്റിലേക്കും. ഇടുങ്ങിയ വഴികളും പഴയകാല അറേബ്യൻ കെട്ടിടങ്ങളും നിറഞ്ഞ മനോഹരമായൊരു സ്ഥലം. പഴയകാലം എന്ന് പറഞ്ഞാൽ പണ്ടേ വളർന്ന നാട് എന്ന് വേണം പറയാൻ. അതുപോലെയാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ. എത്രയോ കാലങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണ് പല. അങ്ങനെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും കൂട്ടി നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എവിടുന്നാ ഒന്ന് കഴിക്കുക എന്ന് തിരക്കി നടക്കുമ്പോഴാണ് റോഡിനോട് ചേർന്ന് തന്നെ നല്ല വൈബുള്ള ഒരു സ്ട്രീറ്റ് ഹോട്ടൽ. നേരെ അങ്ങോട്ട് വിട്ടു. എന്താണ് കഴിക്കാനുള്ളതെന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ചിക്കൻ പുലാവ് ഉണ്ട് എന്ന മറുപടിയും വന്നതോടെ ഉച്ചഭക്ഷണം ഇവിടുന്നാകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് ചൂട് പറക്കുന്ന ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചില വിശേഷങ്ങളെല്ലാം സംസാരിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ തോന്നിയൊരു ഫീൽ ഉണ്ടല്ലോ. എന്താ പറയുക, റോഡിലെ ആളുകളും നിരനിരയായി നിൽക്കുന്ന കെട്ടിടങ്ങളും വാഹനങ്ങളും നോക്കി ആ സൈഡ് ബെഞ്ചിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടിയ ഫീൽ. അതാണ് യാത്രകളിൽ മാത്രം കിട്ടുന്ന അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ചങ്ങാതിയും കൂട്ടി ഞങ്ങൾ ആ ഇടുങ്ങിയ ഗല്ലികളിലൂടെ വെറുതെ ഒന്ന് നടന്നു. സാധാരണ ഷാർജ എന്നാൽ ബ്ലോക്കും തിരക്കുമാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇന്നൊരു സൺഡേ ആയതുകൊണ്ടാകാം ആ കെട്ടിടങ്ങൾക്കിടയിൽ എങ്ങും നിശബ്ദത. ഒരു കാലം തന്നെ തങ്ങി നിൽക്കുന്ന ആ ചുവരുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ എന്തോ ഒരു പീസ്ഫുൾ ഫീൽ. ജീവിതം എപ്പോഴും ഓടാൻ മാത്രമുള്ളതല്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇഴയാൻ കൂടിയുള്ളതാണെന്ന് ഈ വഴികൾ നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കും. അങ്ങനെ നടന്ന് 3 മണിയായപ്പോഴേക്കും ഈ വഴികൾ ചെന്നെത്തിയത് നേരെ ഷാർജ കോർണീഷിൻ്റെ ഭംഗിയിലേക്കാണ്. ഒട്ടും തിരക്കില്ലാത്ത കോർണീഷ്, വെള്ളത്തിൽ കെട്ടിയിട്ട മീൻപിടുത്ത ബോട്ടുകൾ, ആഡംബര ബോട്ടുകൾ, പിന്നെ അക്കരെ അതാ നമ്മുടെ നാടൻ ഉരുകൾ, എല്ലാം അങ്ങനെ താളം തുള്ളുന്നത് നോക്കി ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം. വെയിലുണ്ടെങ്കിലും ശൈത്യകാലമായതുകൊണ്ടാകാം ആ കടൽക്കാറ്റിനൊരു പ്രത്യേക കുളിർമയുണ്ടായിരുന്നു. ആകാശമുട്ടുന്ന വലിയ കെട്ടിടങ്ങളും താഴെ ശാന്തമായി ഒഴുകുന്ന വെള്ളവും നോക്കി തിരക്കില്ലാത്ത ഈ റോഡരികിൽ നിന്ന് ആ കടൽക്കാറ്റ് കൊള്ളുമ്പോൾ കിട്ടുന്നൊരു റിലാക്സേഷൻ അത് അനുഭവിച്ചു തന്നെ അറിയണം. ഷാർജ കോർണീഷിലെ ഈ സായാഹ്നത്തിൽ ജീവിതത്തിലെ വലിയൊരു തത്വശാസ്ത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. തിരമാലകൾ കരയെ തൊട്ട് മടങ്ങുന്നത് പോലെ നമ്മുടെ ഓരോ ദിവസവും ഓർമ്മകളിലേക്ക് പിൻവാങ്ങുകയാണ്. എന്തായാലും ഈ ഞായറാഴ്ച ഇറങ്ങിത്തിരിച്ചത് വെറുതെ ആയില്ല എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. മാത്രമല്ല അതൊരു പീസ്ഫുൾ വൈബ് കൂടിയായിരുന്നു. 5:30 വരെ ആ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ സൂര്യൻ താഴ്ന്നു തുടങ്ങി. വെള്ളത്തിൽ ആ സ്വർണ്ണ വെളിച്ചം പടരുന്നതും ദൂരെയുള്ള ബോട്ടുകൾ തിരിച്ചെത്തുന്നതും നോക്കി അവിടെ കുറച്ചു നേരം കൂടിയിരുന്നു. പ്ലാൻ ചെയ്യാതെ തുടങ്ങിയ യാത്രയാണെങ്കിലും ഇപ്പോൾ കൂടെയുള്ളത് ഷാർജയുടെ ആ ശാന്തമായ കാഴ്ചകൾ.
ഇനി തിരിച്ചു പോകാനുള്ള സമയമായി. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട് അബുദാബിക്ക്, കൂടാതെ നല്ല ട്രാഫിക് ബ്ലോക്ക്. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരങ്ങൾ ലഭിക്കുന്നത് ഇത്തരം നിശബ്ദമായ തീരങ്ങളിൽ നിന്നാണ്. ഷാർജ കോർണീഷിന്റെ ഈ ശാന്തതയിൽ നിന്ന് ഞാൻ മടങ്ങുന്നത് പുതിയൊരു ഉന്മേഷത്തോടെയാണ്. ഇനിയും നല്ല സ്ഥലങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എത്താൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത തവണ വീണ്ടും കാണും വരെ ബൈ ഫ്രം സനൂപ് ദ ന്യൂസ്, ഫുൾ ഓഫ് വണ്ടർ.